ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ദൈവത്തിൻ്റെ വിധിയിൽ വലതുഭാഗത്തിന് അർഹത നേടുവാൻ ആഗ്രഹിച്ച് കുതിച്ചു നിൽക്കുന്ന പ്രിയ സഹോദരീ സഹോദരന്മാരെ, മാർച്ച് 10 തിങ്കളാഴ്ച തിരുസഭ മാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്നത് മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള 25 അധ്യായം 31 മുതൽ 46 വരെയുള്ള വാക്യങ്ങളാണ്. ഈ സുവിശേഷ ഭാഗത്തിന് സംക്ഷിപ്ത രൂപം: എൻ്റെ ഏറ്റവും എളിയ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്നതാണ്. സുവിശേഷത്തിൻ്റെ ഈ ഭാഗം ഒരു മാസ്റ്റർ പീസാണ്, അത്യുജ്വലമായ ഒന്നാണ്. യേശുവിൻ്റെ പരസ്യ ജീവിതത്തിൻ്റെയും 5ാമത്തെ പ്രഭാഷണത്തിൻ്റെയും ഉപസംഹാരം കൂടിയാണ് ഇത്. മത്തായി മാത്രമേ ഇത് രേഖപ്പെടുത്തുന്നുള്ളൂ എന്നതും ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. സുവിശേഷത്തിൽ ഇതുവരെ അവതരിപ്പിച്ച സന്ദേശത്തിൻ്റെ കാതൽ ഇവിടെ പ്രത്യക്ഷപ്പെടുന്നു. സ്നേഹം നിറഞ്ഞവരെ, നമുക്ക് തിരിച്ചറിയാം, വിധിയുടെ കീഴിൽ ജീവിക്കുന്നവരാണ് ക്രൈസ്തവർ. വിധി ഭയപ്പെടുത്തുന്ന അനുഭവമല്ല, സ്നേഹത്തോടെ ജീവിക്കുവാനുള്ള ആഹ്വാനമാണ്. എളിയവരിൽ യേശുവിനെ കണ്ട് അവരെ ആത്മാർത്ഥതയോടെ തന്നെ മറന്ന് ശുശ്രൂഷിക്കുമ്പോൾ നാം വലതുഭാഗത്ത് അർഹത നേടുന്നു. ബാഹ്യവും പൊള്ളയുമായ ആചാരങ്ങളല്ല, സ്നേഹമാണ് വലുത് എന്നതാണ് സാരം. ഈ സ്നേഹമാകട്ടെ പ്രവൃത്തിയിലൂടെ പ്രകടമാക്കണം. മുഷിഞ്ഞ് കീറിയ പഴകിയ വസ്ത്രവും ധരിച്ച് തണുത്തു വിറച്ച് അവൾ റോഡരികിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ അവനാകെ വല്ലായ്മ തോന്നി. അറിയാതെ അവൻ ദൈവത്തോട് ചോദിച്ചുപോയി, എന്തുകൊണ്ട് നീ ഇവളെ സഹായിക്കുന്നില്ല? ഇവളുടെ കാര്യത്തിൽ എന്തുകൊണ്ട് നീ ഇടപെടുന്നില്ല? അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അവന് മറുപടി കിട്ടി. ദൈവം അവനോട് പറഞ്ഞു, ഇക്കാര്യത്തിൽ ഞാൻ ചിലത് ചെയ്തിട്ടുണ്ട്. ഞാൻ നിന്നെ സൃഷ്ടിച്ചു. എന്നെയും നിന്നെയും ഒക്കെ ദൈവം സൃഷ്ടിച്ചത് മറ്റു പലരെ കൂടി സഹായിക്കുവാനാണ്, മറ്റു പലർക്കും കൂടി താങ്ങും തണലും ആകാനാണ്. നമുക്കാകുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാം. ചിലപ്പോൾ നമ്മളുടെ സമ്പത്തിൻ്റെ ഒരു ഓഹരി പങ്കുവച്ചായിരിക്കും, നമ്മുടെ കഴിവ് പങ്കുവച്ചായിരിക്കാം. ചിലപ്പോൾ ചെറുപുഞ്ചിരിയിലൂടെയും മറ്റുള്ളവരെ സഹായിക്കാം. അവരുടെ പ്രശ്നങ്ങളിൽ അവരോട് കൂടെ ആയിക്കൊണ്ട്, അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്, പ്രശംസിച്ചുകൊണ്ടൊക്കെ മറ്റുള്ളവരെ സഹായിക്കാം. ആവുന്ന നന്മകൾ മറ്റുള്ളവർക്ക് വാരി വിതറാൻ നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ നമ്മുടെ സഹോദരങ്ങൾക്ക് നന്മ ചെയ്തു കൊടുക്കുമ്പോൾ ദൈവത്തിന് തന്നെയാണ് ചെയ്യുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവട്ടെ. നമ്മുടെ ജീവിത സായാഹ്നത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വിധിയിൽ നമുക്കെല്ലാവർക്കും വലതുഭാഗത്തിന് അർഹത നേടുവാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.